ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഗിയർ ക്യൂബിൻ്റെ സൊല്യൂഷനുമായിട്ടാണ്. ഗിയർ ക്യൂബ് എന്ന് പറയുമ്പോൾ വളരെ എളുപ്പം തന്നെ ചെയ്യാവുന്ന ഒരു ക്യൂബാണ്. ഇത് കാണുമ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നുന്നത് മാത്രം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗിയേഴ്സ്. ഇത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 180 ഡിഗ്രിയാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഒറ്റയൊരു റൊട്ടേഷൻ തന്നെ 180 ഡിഗ്രിയിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് വരാം. ഇങ്ങനെ കാണുമ്പോൾ പേടിക്കുകയൊന്നും വേണ്ട, വളരെ എളുപ്പമാണ്. വെറുതെ തിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ പല ഫേസസും ക്ലിയറായി കിട്ടാറുണ്ട്. ഇതിന് അൽഗോരിതം ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ ചെയ്താൽ പോലും ഇത് ഓക്കെ ആവാറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ കറക്റ്റ് ചെയ്യേണ്ടത് ഈ കോർണേഴ്സാണ്. ഈ കോർണേഴ്സ് അപ്പോൾ നമ്മൾ ആദ്യം നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കോർണർ, ഏതെങ്കിലും ഒരു കോർണർ നമുക്ക് എടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ റെഡ്, ബ്ലൂ, യെല്ലോ എടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഒരു റെഡ് ആൻഡ് ബ്ലൂവോ അല്ലെങ്കിൽ ഇവിടെ ഒരു റെഡ് യെല്ലോയോ വരണം. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒരു ക്യൂബ് നോക്കുക. റെഡ് യെല്ലോ വരുന്ന ഒരു ക്യൂബ് പീസ്. റെഡ് യെല്ലോ ഇവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. ദാ കണ്ടോ? അപ്പോൾ ഇത് രണ്ടും കറക്റ്റായി. ഇപ്പോൾ ഇത് രണ്ടും കറക്റ്റായി കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി വേറെ എവിടെയെങ്കിലും സൈഡിൽ ഇതിൻ്റെ അടുത്ത രണ്ടെണ്ണം കറക്റ്റായി കിടപ്പുണ്ടാവും. ദാ ഇവിടെ ആ റെഡിൻ്റെ രണ്ടെണ്ണം കറക്റ്റായി കിടപ്പുണ്ട്. അതിനെ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് മുകളിലേക്ക് ആക്കുമ്പോഴത്തേക്ക് അതും കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഒന്നും കറക്റ്റ് സ്റ്റെപ്പൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. കാരണം നോർമലായിട്ട് ക്യൂബ് സോൾവ് ചെയ്യുന്നവർക്കൊക്കെ തന്നെ ഇത് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ സെൻറ്റർ കറക്റ്റല്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ സെൻറ്റർ കറക്റ്റ് ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈറ്റ് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ സെൻറ്റർ കറക്റ്റായി. പക്ഷേ ഇതൊന്നും ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല. ഇവിടെ ഇത് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തെ സെൻറ്റർ കൂടി കറക്റ്റാക്കാം. അപ്പോൾ നമ്മൾ ഈ താഴത്തെ ഭാഗം ഇതേപോലെ തിരിച്ചിട്ട് ഇവിടുത്തെ സെൻറ്ററും കൂടി നമ്മൾ കറക്റ്റാക്കി. കണ്ടോ? ഇവിടെ എല്ലാം സെൻറ്റേഴ്സ് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഭാഗ്യത്തിന് ഈ രണ്ട് എഡ്ജ് പീസസ് കറക്റ്റായി തന്നെ വന്നിട്ടുണ്ട്. ഇനി ഈ രണ്ട് എഡ്ജ് പീസസ് എങ്ങനെയാണ് കറക്റ്റാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഗ്രീൻ ആൻഡ് ഓറഞ്ച് ആണ്. ഗ്രീൻ ആൻഡ് ഓറഞ്ച് വരേണ്ടത് ഇവിടെയായിരുന്നു. ഗ്രീൻ ആൻഡ് ഓറഞ്ച് വരേണ്ടത്. ഓറഞ്ച് ആൻഡ് ബ്ലൂ വരേണ്ടത് ഇവിടെയുമായിരുന്നു. എന്തായാലും നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് സ്വാപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഓറഞ്ച് ആൻഡ് ബ്ലൂ ഇവിടെ വരും. പിന്നെ അത് നമ്മൾ ഇവിടുന്ന് ഇവിടേക്ക് കൊണ്ടുവരാം. ചില സമയത്ത് നമ്മൾ ജസ്റ്റ് ഇത് രണ്ടും തമ്മിലാണ് സ്വാപ്പ് ചെയ്യേണ്ടതെങ്കിൽ അതങ്ങ് ചെയ്താലും മതി. ഇവിടെ ഇപ്പോൾ ഇത് വരേണ്ടത്, ഈ ഓറഞ്ച് ആൻഡ് ബ്ലൂ വരേണ്ടത് ഇവിടെയാണ്. അപ്പോൾ ആദ്യം ഇത് തമ്മിൽ സ്വാപ്പ് ചെയ്തിട്ട് പിന്നെ അത് തമ്മിൽ സ്വാപ്പ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം സ്വാപ്പ് ചെയ്യേണ്ടത് ഇവ തമ്മിലാണെങ്കിൽ അതിങ്ങനെ നേരെ പിടിക്കുക. നമുക്ക് ഇതേപോലെ ഈ ഒരു പൊസിഷനിൽ കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ ഈ അപ്പർ ലെയർ ഇതേപോലെ ഒന്ന് തിരിക്കുക. അതായത് നമ്മൾ യു ആണ് തിരിച്ചത്. അത് തിരിക്കുമ്പോൾ ഈ മിഡിൽ ലെയറും കൂടെ ഓട്ടോമാറ്റിക്കലി പോകും. പിന്നെ നമ്മൾ റൈറ്റ് സൈഡ് 2 പ്രാവശ്യം ഇതേപോലെ തിരിക്കുക. വീണ്ടും നമ്മൾ അപ്പർ ലെയർ ഒരു പ്രാവശ്യം തിരിക്കുക. റൈറ്റ് സൈഡ് 2 പ്രാവശ്യം തിരിക്കുക. ഇപ്പോൾ നമുക്കിവിടെ ബ്ലൂ ഓറഞ്ചാണ് വന്നിട്ടുള്ളത്. ബ്ലൂ ഓറഞ്ച് ഇവിടെയാണ് വരേണ്ടത്. ബ്ലൂ ആൻഡ് റെഡ് ഇവിടെയാണ് വരേണ്ടത്. കണ്ടോ? അപ്പോൾ ഇത് തമ്മിൽ നമുക്ക് സ്വാപ്പ് ചെയ്യണം. അപ്പോൾ ഇത് തമ്മിൽ സ്വാപ്പ് ചെയ്യണമെങ്കിൽ അത് ഇങ്ങനെ ഇതേപോലെ മുകളിൽ പിടിക്കുക. നമ്മുടെ സെയിം ഇക്വേഷൻ യു ആർ ആർ, വീണ്ടും യു ആർ ആർ ചെയ്യാം. ഇപ്പോൾ ഇത് കറക്റ്റ് പൊസിഷനിലാണ്. പക്ഷേ അത് കുറച്ചൊന്ന് ട്വിസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ രണ്ടിടത്തെ ഇത് ട്വിസ്റ്റായി പോയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇനി നമുക്ക് കറക്റ്റ് ചെയ്യണം. ഇതിനെ കറക്റ്റ് ചെയ്യാൻ ഇത് രണ്ടും തമ്മിൽ സ്വാപ്പ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ നമ്മൾ ഒരെണ്ണം ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പം വേറെ പോകാം. ഓക്കെ, യു ആർ ആർ യു ആർ ആർ. ഇപ്പം ഇത് കറക്റ്റ് പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. കറക്റ്റ് പൊസിഷനിൽ എത്തിയാൽ തന്നെ നമുക്ക് അത് ഓക്കെയാണ്. അപ്പോൾ കറക്റ്റ് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ റൈറ്റ് സൈഡ് വെറുതെ നമ്മൾ തിരിക്കുക. ഒന്നിൽ 4 പ്രാവശ്യം തിരിക്കുക, അല്ലെങ്കിൽ 8 പ്രാവശ്യം തിരിക്കുക. ഇപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട് 4 പ്രാവശ്യം. ഇനി നമ്മൾ ഇങ്ങനെ പിടിക്കുക.
ഇത് രണ്ടും കൂടിയാണ് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതും ഇതേപോലെ 4 പ്രാവശ്യം അല്ലെങ്കിൽ 8 പ്രാവശ്യം അല്ലെങ്കിൽ അത് എത്ര പ്രാവശ്യം തിരിക്കുമ്പോഴാണോ കറക്റ്റ് ആവുന്നത് അത്രയും പ്രാവശ്യം ചെയ്യുക. ഇപ്പോൾ ഇതാ ഇവിടെയും കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ പിടിക്കാം. ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ടൈപ്പ് ഓഫ് റിങ്സ് ഉണ്ട്. അതായത് ഇതാ ഇങ്ങനെ ഒരു റൊട്ടേഷൻ ഉണ്ട്, പിന്നെ ഇങ്ങനെ ഒരു ഇതിലേക്കൂടെ ഉള്ള ഒരു റൊട്ടേഷൻ ഉണ്ട്, പിന്നെ ഇതാ ഇതിലേക്കൂടെ ഈ മിഡിൽ പോർഷനിൽ കൂടെ ഉള്ള ഒരു റൊട്ടേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതിങ്ങനെ പിടിക്കുക. ഇവിടെ റെഡ് ആൻഡ് ബ്ലാക്ക്, ഇവിടെ റെഡ് ആൻഡ് ഓറഞ്ച്. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് പൊസിഷനിലാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്താൽ മാത്രം മതി. റൊട്ടേറ്റ് ചെയ്തിട്ട് എപ്പോഴാണോ അത് കറക്റ്റ് ആവുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് കറക്റ്റായി വന്നോളും. ഇതാ കണ്ടോ, ഇപ്പോൾ നമ്മുടെ ക്യൂബ് സോൾവ് ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ആ സ്വാപ്പ് ചെയ്യുന്ന കാര്യം മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ക്യൂബ് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഭയങ്കര സിമ്പിളായിട്ടുള്ള ക്യൂബാണ്. ഇതിനകത്ത് ഒറ്റ അൽഗോരിതം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, U(R2) U(R2). അപ്പോൾ അൽഗോരിതമായിട്ട് പഠിക്കാൻ വയ്യാത്തവർക്ക് അതിൻ്റെ അപ്പർ ലെയർ ഇങ്ങനെ തിരിക്കുക എന്നൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ ഈ ഓരോ ലെയർ തിരിക്കുമ്പോഴും ഇതിൻ്റെ മിഡിൽ ലെയറും കൂടി മൂവ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വളരെ സിമ്പിളാണ്. എല്ലാവരും ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറയുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.